നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കെ കുടുംബത്തിന്റെ ഇമേജ് പാടെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ആരാധകർ വിഷമത്തോടെയും വിമർശകർ കുറച്ച് സന്തോഷത്തോടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. പേളിമാണി വിവാദം വന്നത് അഹാന കൃഷ്ണയ്ക്ക് ചെറിയ വിമർശനവും വിശ്രമവും കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇതിനിടയിൽ കൃഷ്ണകുമാർ നൽകിയ അഭിമുഖവും വിവാദമായി തീർന്നിരുന്നു. ഇതുവരെ കൃഷ്ണകുമാറിനുണ്ടായ ഇമേജും ഇല്ലാതായിട്ടുണ്ട്. അഹാനയുടെ പ്രായത്തിലായിരുന്നു താനെങ്കിൽ വീട്ടിൽ കയറി ചവിട്ടിക്കൂട്ടിയനെ എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. അതും ഭാര്യയുടെ അമ്മയാണ് അങ്ങനെ പറഞ്ഞത്. ആകെ മൊത്തം കെ കുടുംബം ഇന്ന് പൊതുമധ്യത്തിൽ കടുത്ത വിമർശനവും പരിഹാസവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കൃഷ്ണകുമാറിന്റെ മക്കളെയും മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിനെയും താരതമ്യം ചെയ്തുകൊണ്ട് റെഡിറ്റിൽ വന്നിരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിസ്മയ മോഹൻലാലിന്റെ അഭിമുഖം കണ്ടു. വളരെ ശാന്തവും വിനയവുമുള്ളവരാണ് അവർ. മിക്ക അഭിമുഖങ്ങളും ദുൽഖർ സൽമാനും എനിക്ക് അങ്ങനെയൊരു ധാരണയാണ് തരുന്നത്. മലയാള സിനിമയിൽ രണ്ട് വലിയ ഇതിഹാസങ്ങളുടെ മക്കളായതിനാൽ നിങ്ങൾ നേരെ വിപരീതമായിരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവർ വളരെ സാധാരണക്കാരെ പോലെയാണ് പെരുമാറുന്നത്. മറുവശത്ത് അഹാന കൃഷ്ണയും സഹോദരിമാരും സോഷ്യൽ മീഡിയയിൽ തങ്ങൾ ഉയർന്നവരാണെന്ന ഇമേജ് കാണിക്കാൻ അമിതമായി ശ്രമിക്കുന്നുമുണ്ട്. ചിലപ്പോൾ ഇത് വെറും പ്രകടനമായി തോന്നുന്നു എന്നുമായിരുന്നു പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിസ്മയ മോഹൻലാൽ നൽകിയ അഭിമുഖം ഇതിനോടകം വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇതേസമയം മകൻ പ്രണവിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയും സിനിമയിലേക്ക് ചുവടുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ വൈകാതെ തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നതായിരിക്കും. ഇതിനോടകം സിനിമയിലെ ഗാനവും വിസ്മയുടെ സീനുകളും എല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. താരപുത്രി ഇതിനകത്ത് അപ്പുറം വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ അറിയിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള ജനപിന്തുണയും വിസ്മയയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നീറ്റ് വിഷയത്തിൽ ഒരു കൂട്ടം ആളുകൾ വിസ്മയെ സൈബർ ബുള്ളിങ് ചെയ്യുമ്പോഴും പ്രേക്ഷകർ ഒപ്പം നിന്നത്. ഇപ്പോഴിതാ ആദ്യമായി ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വിശേഷങ്ങളും വിവാദങ്ങളെക്കുറിച്ചും താരപുത്രി മനസ്സ് തുറന്നിരിക്കുകയാണ്. പ്രണവ് 4-5 സിനിമകൾ ചെയ്തുവെങ്കിലും ഒരിക്കൽ പോലും ഒരു അഭിമുഖങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വിസ്മയും ആ പാത തന്നെ പിന്തുടരും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. സ്കൂൾ ഘട്ടത്തെക്കുറിച്ചും സെലിബ്രിറ്റി ലൈഫിനെ കുറിച്ചും വിസ്മയ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ വലിയ സ്റ്റാറാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എന്നൊന്നും പറയാനില്ല. ഞാൻ എങ്ങനെയാണ് വളർന്നത്, മോഹൻലാലിന്റെ മകളാണ് എന്ന തരത്തിലുള്ള വലിയൊരു സ്റ്റാർഡം ചെറുപ്പം മുതലേ അനുഭവിച്ചിട്ടില്ല. അതിനാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പഠിച്ചിരുന്നത് ഊട്ടിയിലെ ഒരു ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു. അവിടെ കുട്ടികൾക്കൊന്നും തന്നെ എന്റെ അച്ഛൻ ഇത്ര വലിയൊരു സ്റ്റാർ ആണ് എന്നൊന്നും അറിയില്ലായിരുന്നു. സ്റ്റാഫിന് അറിയാമായിരുന്നു. അവർ ചോദിക്കുമായിരുന്നു. ഇതിനപ്പുറത്തേക്ക് അച്ഛന്റെ സ്റ്റാർഡം ഞങ്ങളെ ബാധിച്ചിട്ടില്ല. എല്ലാം വളരെ സാധാരണവും സ്വാഭാവികവുമായിരുന്നു. പക്ഷെ ഒരു സംഭവമുണ്ട്. എല്ലാ വാരാന്ത്യങ്ങളിലും ഞങ്ങൾ സിനിമകൾ കാണുന്നത് ഒരു സ്ഥിരമായിരുന്നു. ഒരിക്കൽ ടെലിവിഷനിൽ എന്റെ അച്ഛൻ അഭിനയിച്ച സിനിമ വന്നപ്പോൾ എല്ലാവരും അത് മായയുടെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് എന്നെ നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വല്ലാതെ നാണമായി. അച്ഛനെ കുറിച്ച് ലജ്ജ തോന്നുന്നുകൊണ്ടല്ല, എല്ലാവരുടെയും ശ്രദ്ധ പെട്ടെന്ന് എന്നിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ദയവായി ചാനൽ മാറ്റൂ എന്ന് ഞാൻ പറഞ്ഞതും ഓർക്കുന്നു. അതല്ലാതെ ഒരിക്കലും ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന് തോന്നിയിട്ടില്ല. അച്ഛൻ സിനിമയിൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ കഥാപാത്രത്തെയും ഇത് എന്റെ അച്ഛനാണ് എന്ന വികാരത്തെയും വേർതിരിച്ച് കാണുവാൻ കഴിയാറുണ്ടെന്നും ഇല്ലെന്നും പറയാം. 35-കാരിയായ വിസ്മയ താൻ സിനിമയിലേക്ക് എത്താൻ വൈകിയതിന് പിന്നിലെ കാരണം നൽകിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സിനിമയിലേക്ക് ചുവടുവെക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള മാതാപിതാക്കളുടെയും സഹോദരന്റെയും പ്രതികരണത്തെക്കുറിച്ചുമെല്ലാം താരപുത്രി സംസാരിക്കുന്നുമുണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ് വിസ്മയ. തിയേറ്റർ ചെയ്യുവാൻ എനിക്ക് എന്നും താല്പര്യമുണ്ടായിരുന്നു. അതേസമയം തന്നെ എനിക്ക് അതിയായ സഭാകമ്പവും ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ജീവിക്കുകയാണെന്ന് അനുഭവപ്പെടാറുള്ളത്. ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. തിയേറ്റർ ഇഷ്ടപ്പെടുമ്പോഴും സിനിമ ചെയ്ത് നോക്കാമെന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തു പറയുവാനുള്ള ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അമ്മയോട് ആ ആഗ്രഹം ഞാൻ പറയുകയുണ്ടായി. ഇപ്പോൾ ഇത് സംഭവിച്ചു. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന പോലെയായിരുന്നു എന്റെ അവസ്ഥ. ഈ കഥയുമായി ജൂഡ് ചേട്ടൻ വരികയായിരുന്നു. നീ എസ് പറയുകയാണോ നോ പറയാനാണോ പോകുന്നതെന്ന് അമ്മ ചോദിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ഞാനും തീരുമാനം മാറ്റിക്കൊണ്ടേയിരുന്നു. എന്റെ ശരീരപ്രകൃതവും മലയാളം ശരിയായി സംസാരിക്കാൻ അറിയില്ല എന്നതിനെ കുറിച്ചെല്ലാം തന്നെ ഞാൻ ഓവർ തിങ്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഒടുവിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ആദ്യത്തെ ദിവസത്തിന്റെ തലേന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. സൂപ്പർ നെർവസ് ആയിരുന്നു. പക്ഷെ അത് ചെയ്തു. പോകെ എളുപ്പമായി തീരുകയായിരുന്നു. എന്നാൽ അവസാനം വരെ ഉള്ളിൽ നെർവസ് ആയിരുന്നു. എങ്കിലും ആദ്യ ദിവസത്തിന്റെ തലേ ദിവസം ഉണ്ടായിരുന്ന അത്രയും ഉണ്ടായിരുന്നുമില്ല. എനിക്ക് ചെയ്യാനാകുമോ ശരിയാകുമോ എന്നൊക്കെ
എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ സ്വയം വിശ്വസിക്കുകയും ചെയ്തേ തീരൂ എന്നായിരുന്നു നല്ലത് പ്രതീക്ഷ ചെയ്യുകയായിരുന്നു. അച്ഛനോട് അഭിനയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിന്റെ തീരുമാനം എന്നാണ് പറഞ്ഞത്. ചേട്ടൻ പ്രണവ് പറഞ്ഞത് ഒന്ന് പോയി ചെയ്തു നോക്ക്, ഒരു ഫൺ പോലെ എന്നായിരുന്നു പറഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് അഭിനയിക്കണമെന്ന്. അമ്മയ്ക്ക് സംശയമായിരുന്നു ഞാൻ എൻ്റെ തീരുമാനം എപ്പോഴെങ്കിലും മാറ്റുമോ എന്ന്. ഒന്നാമത് ശരീരം ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. ഭാരം പലപ്പോഴും 100 കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ പണ്ടേ നാടകത്തിൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ടും പകുതി മനസ്സിൽ സിനിമയുമായിരുന്നതുകൊണ്ടും പക്ഷേ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയുകയില്ലായിരുന്നു. ശരീരഭാരം കൂടുതലാണ്. ഈ ചിന്തകളൊക്കെ മനസ്സിൽ ആവർത്തിച്ച് വരികയുണ്ടായി. അഭിനയിക്കണമെന്ന് പുറത്തു പറയുവാൻ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ നമ്മുടെ നാട്ടിലെ നാടൻ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഫിറ്റ്നസ്. എന്നാൽ അധികം കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. തുടക്കത്തിൽ ഞാൻ മോണിറ്റർ നോക്കുകയുണ്ടായിരുന്നില്ല. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നോക്കിയിട്ട് വെറുതെ കൂടുതൽ ആശയക്കുഴപ്പമാക്കേണ്ട എന്ന് കരുതുകയായിരുന്നു. പിന്നീട് ഞാൻ അതിൽ യൂസ്ഡ് ആവുകയായിരുന്നു. സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് അച്ഛൻ പ്രത്യേകിച്ച് ഉപദേശങ്ങളൊന്നും തന്നെ തന്നിരുന്നുമില്ല. ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ കുറച്ചധികം നെർവസും തിടുക്കവുമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് ഡൗൺ ചെയ്യാൻ മാത്രമാണ് അച്ഛൻ പറഞ്ഞു തന്നത് എന്നും വിസ്മയ പറയുകയുണ്ടായി.